സാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഡ്രീം ക്യാച്ചേഴ്സ് ആണ്. ഡ്രീം ക്യാച്ചേഴ്സ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് പരിചയപ്പെടാം. ഡ്രീം ക്യാച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി കാവ്യ നിങ്ങളോട് പറയുന്നതായിരിക്കും. നമ്മൾ വീട്ടിലെല്ലാം കോലം വരയ്ക്കുകയും കണ്ണുകൊള്ളാണ്ടിരിക്കാനെല്ലാം ഹാങ് ചെയ്യൂലേ ചില സംഭവങ്ങൾ, അതുപോലെ നേറ്റീവ് അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഡ്രീം ക്യാച്ചർ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഡെക്കറേറ്റീവ് പർപ്പസ് മാത്രമേ ഉള്ളൂ. കാർ ഹാങ്ങിങ് ആയിട്ടും വാൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. പല തരത്തിലുള്ള ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഹേർട്ട് ഷേപ്പിലും ട്രയാങ്കിളിലും റെക്റ്റാങ്കിളിലൊക്കെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഡ്രീം ക്യാച്ചർ നെക്ലേസ്, ഡ്രീം ക്യാച്ചറിൻ്റെ കീ ചെയിൻ, പിന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഡ്രീം ക്യാച്ചർ, ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രീം ക്യാച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഡ്രീം ക്യാച്ചറിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്: ഒരു റിങ്, ത്രെഡ്, കുറച്ച് ബീഡ്സ്, പിന്നെ ഫെദേഴ്സ്. സ്റ്റീൽ റിങ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്സിൽ അവൈലബിൾ ആണ്. ഇത് റീത്ത് റിങ്, കെയിൻ റിങ്. ഇത് വുഡൻ റിങ് വെബ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതാണ്. നെക്സ്റ്റ് ത്രെഡ്, കോൺ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മൾട്ടി കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് തന്നെ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചും ജോട്ട് ത്രെഡ് ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തത് ബീഡ്സ്. നെക്സ്റ്റ് ഫെദേഴ്സ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഒറിജിനൽ ബേർഡ് ഫെദേഴ്സ് വെച്ചിട്ടും ചെയ്യാം. ഒരു സീസർ വേണം, പിന്നെ ഒരു സർദോസി നീഡിൽ, ലൈറ്റർ, ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചും ചെയ്യാം. റിങ്ങിന് ത്രെഡ് ചുറ്റിയൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം സിമ്പിളായിട്ടൊന്ന് ടൈ ചെയ്തതിന് ശേഷം നീറ്റായിട്ട് ത്രെഡ് ചുറ്റണം. നമ്മൾ ആദ്യം കെട്ടിയ നോട്ട് അഴിച്ചതിന് ശേഷം രണ്ടറ്റവും ചേർത്ത് നന്നായിട്ട് കെട്ടിവെക്കുക. അങ്ങനെ നമ്മുടെ റിങ് അഥവാ ഹൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെബാണ്. ആദ്യം ഇതുപോലെ ടൈ ചെയ്യണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണം. ഈ ലെങ്ത്ത് സെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് വെബ് കംപ്ലീറ്റ് ആയി വരുമ്പോൾ നീറ്റ് ആയിരിക്കില്ല. ഈ ഗ്യാപ്പിനുള്ളിലൂടെ ഇട്ട് ഈ സൈഡിലൂടെയും പുറത്തെടുക്കാം, ഉള്ളിലൂടെയും എടുക്കാം, പക്ഷെ വ്യത്യാസം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ടും ചെയ്യണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണം. അടുത്തതായിട്ട് ബീഡ്സ് വെച്ച് ടൈ ചെയ്യണം. ഈ ബീഡിൻ്റെ ഹോള് ചെറുതായതുകൊണ്ട് തന്നെ ത്രെഡിൽ കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സർദോസി നീഡിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സിമ്പിളായിട്ടൊരു ഹൂപ്പ് റെഡിയായി. ഇത് അതുപോലെ തന്നെ മൾട്ടി കളർ ത്രെഡ് ഉപയോഗിച്ച് ചെയ്തതാണ്.
ഇത് ജൂട്ട് ത്രെഡും കോൺ ത്രെഡും ബീഡ്സും ഒക്കെ ഉപയോഗിച്ച് ചെയ്തത്. ഇത് സ്പൈറൽ വെബ്. ഇത് വുഡൻ റിങ് ഉപയോഗിച്ച് ചെയ്തത്. ഇതിന് ത്രെഡ് ചുറ്റിയിട്ടില്ല. റെഡിമെയ്ഡ് വുഡൻ റിങ്ങിന് വെബ് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ റെഡിയാക്കി വെച്ച ഹൂപ്പിലേക്ക് ഫെദർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ത്രെഡും ഫെദറും ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു നൂലെടുത്ത് ചെറുതായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണം. ഇനി ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കെട്ടിവച്ചതിൻ്റെ ചുറ്റുമായിട്ട് ഗ്ലൂ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ച് കെട്ടിയാലും മതി, നന്നായിട്ട് കെട്ടിവെച്ചാലും മതി. പക്ഷെ കാറിലൊക്കെ തൂക്കാനാണെങ്കിൽ പശ തേച്ചില്ലെങ്കിൽ ചിലപ്പോൾ കാറ്റത്ത് പാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. ഒരു ബേസിക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. ഇതുപോലെ പല വെറൈറ്റി ഡ്രീം ക്യാച്ചേഴ്സ് നമ്മുടെ കാവ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പല വെറൈറ്റീസും അതിൽ ഉണ്ട്. ഫോട്ടോ ഡ്രീം ക്യാച്ചർ, കീ ചെയിൻ, ലോഗോ ഡ്രീം ക്യാച്ചർ, കൂടാതെ സ്ക്രാപ്പ് ബുക്ക്, ഫോട്ടോ എക്സ്പോഷൻ ബോക്സ്, അങ്ങനെ പല ഗിഫ്റ്റ് ഐറ്റംസും അതിലുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അവരുണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.